എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡ് സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഷോർട്ട് സെൽ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. ഏകദേശം 15 ഷെയർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷെയറിനകത്തും ചാൻസ് നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റ് മൈനസിൽ നിന്ന് പിന്നെ പ്ലസ്സിൽ വന്നു, നല്ല രീതിയിൽ മൈനസിൽ പോയി, നല്ല രീതിയിൽ പ്ലസ്സിലും വന്നു, പിന്നെ ലാസ്റ്റിൽ ഫ്ലാറ്റായിട്ടുള്ള ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. അതായത് മാർക്കറ്റ് വീണ്ടും നല്ല പ്ലസ് വന്നെങ്കിലും തിരിച്ച് ആ ഒരു പോസിറ്റീവ് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് തിരിച്ച് വീണ്ടും വന്നിട്ട് ഏകദേശം ഇന്നലത്തെ ക്ലോസിങ്ങിനടുത്ത് തന്നെ രണ്ടും ക്ലോസ് ചെയ്തു. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഷെയറിനകത്ത് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ഷെയറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാൻസ് എടുക്കും. നമ്മളെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ തലേ ദിവസത്തെ ഹൈ, അതായത് ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന ഷെയറിൻ്റെ ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ടോ, അതല്ല എങ്കിൽ R1, R2, R3 ഇതിലേതെങ്കിലും ഏത് റേഞ്ചിലാണോ ഷെയർ ആദ്യം വന്നിട്ട് തിരിച്ചിറങ്ങുന്നത്, റേഞ്ചിൽ താഴോട്ടിറങ്ങുന്നത്. ഇപ്പം BPL ആണെങ്കിൽ 97.20 ഒരു 98 വന്നിട്ട് 97 താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. എന്നിട്ട് ആ 98ൻ്റെ അവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. അങ്ങനെ അതല്ല 100-ന് മുകളിൽ പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ 100-ന് മുകളിൽ പോയിട്ട് 100-ന് താഴോട്ട് ഇറങ്ങുമ്പോൾ എൻട്രി ചെയ്യാം. അപ്പോൾ ആ സമയത്ത് വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല 106-ലോട്ടാണ് പോകുന്നതെങ്കിൽ 106-ന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ 106-ന് താഴെ സെല്ല് ചെയ്യണം. ഈ 106-ന് 100 വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ 100-ൻ്റെ അവിടെ പോയി സെല്ല് ചെയ്യരുത്. 106-നും 100-നും ഇടയ്ക്കായിട്ട് അതിൻ്റെ ആവറേജ് ഉണ്ടെങ്കിൽ ആ ആവറേജ് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിട്ടേക്കുക. നമുക്ക് എടുക്കേണ്ട എൻട്രി ഇവിടെയാണ്. 106-ന് 100 വരുമ്പം നമ്മൾ 100-ൻ്റെ അവിടെ എടുക്കേണ്ടത്, 106-ന് താഴെ വരുമ്പോഴാണ് എടുക്കേണ്ടത്. നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അത് 100-ന് താഴെ പോയെങ്കിൽ നമ്മൾ ഈ 100-ന് താഴെ പോയി എൻട്രി എടുക്കരുത്. അവിടുന്ന് താഴോട്ട് ഇറങ്ങുമായിരിക്കും, പക്ഷേ റിസ്ക് കൂടുതലാണ്. ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയിൽ അതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് വരുവാണെങ്കിൽ ആ റേഞ്ചിലോട്ട് തിരിച്ച് കയറി വരുക ഷെയർ. അപ്പോൾ ആ സമയത്ത് ചാൻസ് എടുത്തിട്ട് ഹൈയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നാളെ ഈ BPL എന്ന് പറയുന്ന ഷെയർ ഒന്നുകിൽ ഈ ഹൈ വരാം, അതല്ല എങ്കിൽ ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലത്. ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ നമുക്ക് ചാൻസ് എടുക്കാം. മെട്രോ ബ്രാൻഡ് ലാസ്റ്റ് ടൈമിൽ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഗ്രാഫ് കാണിക്കാം. അതിൻ്റെ ആക്ച്വൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഇതല്ല, ഇത് ആവറേജ് ട്രേഡ് പ്രൈസാണ് ഈ ക്ലോസിങ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെട്രോ ബ്രാൻഡ് ഇതിൻ്റെ ആക്ച്വൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് 1220 1220 ക്ലോസിംഗ്. പക്ഷേ നമുക്കിവിടെ നോക്കുമ്പം ക്ലോസിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണുന്നത് 1175. NSEയിൽ നോക്കുമ്പോൾ 1175, പക്ഷേ എങ്കിൽ ആക്ച്വലി അത് ലാസ്റ്റ് ട്രേഡായ പ്രൈസ് 1220. അപ്പോൾ ഓപ്പണിങ്ങിൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് അപ്പിലോട്ട് വന്ന് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് ആയിരിക്കും അവിടെ സെല്ലിങ്ങിനുള്ള. ഇപ്പം 1245 50 വന്നിട്ട് ഈ 1238 താഴോട്ട് വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുക. പെട്ടെന്ന് തന്നെ അവിടുന്ന് 10-25 രൂപ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഷെമാരു എന്ന് പറയുന്ന ഈ ഷെയർ ഈ 160-ന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല വൺ സൈഡ് മുകളിലോട്ട് കയറുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 165-ന് മുകളിൽ ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ റേഞ്ചിന് താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കാം. എപ്പോഴും നമുക്ക് നല്ലത് ഓപ്പണിങ്ങിൽ തന്നെ ഈ R1 R2 റേഞ്ചുകളൊക്കെ ഒരു 5% ആണെങ്കിൽ ഏറ്റവും നല്ലത്. അവിടുന്ന് എങ്ങനെയായാലും ഒരു 2-3% അല്ലെ 4%, ചിലപ്പോൾ അതിൽ കൂടുതൽ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. പിന്നീട് ഈ ലോയൽ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയറിനകത്ത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു 700 പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെയായിരുന്നു. നോക്കാം. എന്തായാലും 700 പോയിട്ട് ഈ ലെവൽ കട്ടുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് പോകാൻ. അതല്ല ഹൈയുടെ മുകളിൽ വന്നിട്ടോ ഒക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ 700 പോയില്ല, 692 93 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ എൻട്രി എടുക്കാം, കുഴപ്പമൊന്നുമില്ല.
കാൻഡാബില്ല് എന്ന് പറയുന്ന ഷെയറും മാർക്കറ്റ് വീക്കാണെങ്കിൽ ചിലപ്പം ഈ ഹൈയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തെറിച്ചിറങ്ങാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതുപോലെ ക്ലോസിങ് ഈ നോർമൽ ഈ ഷെയറിനകത്തെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഈ KI എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കണം. അതിൻ്റെ R1 കണ്ടോ 3499. ഇതിൻ്റെ 52 വീക്ക് ഹൈ 3475 തോന്നുന്നത്. അപ്പോൾ 3475 ഒരു പ്രാവശ്യം മുകളിൽ പോവാം ഷെയർ. അതിനുശേഷം 3500 മുകളിലൊക്കെ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് എടുക്കാം. ചിലപ്പം 10-100 രൂപയൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ CG പവർ നോക്കുക. CG പവറും ഒന്നുകിൽ ഈ 517 പ്രീവിയസ് ഡേ ഹൈയും R1 ഏകദേശം 2-3 രൂപയുടെ വ്യത്യാസമാണ്. അപ്പോൾ നല്ല ഒരു ബുള്ളിഷ് മാർക്കറ്റിലാണ് മാർക്കറ്റ് ഓപ്പണിംഗ് എങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ച് വന്ന് ഈ 2 ലെവലും കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. നമുക്ക് എൻട്രി എടുക്കേണ്ടത് 522-23 പോയിട്ട് ഈ 521 താഴെ വരുമ്പോൾ 521-70 താഴോട്ട് കാണുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ കൃഷ്ണ എന്ന് പറയുന്ന ഷെയറും ഇതിൻ്റെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഈ ഹൈ തന്നെയാണ്. അത് ലാസ്റ്റ് ഹെവി ആയിട്ട് അപ്പ് ട്രെൻഡ് വന്ന ഷെയർ. അപ്പോൾ ഓപ്പണിങ്ങിൽ ഈ 628-31 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 31 കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുന്നതുകൊണ്ട് അന്നേരം നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ KPIL ഹൈ ഇതാണ് 1120 R1. ഈ 1120 റേഞ്ച് വന്നിറങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. സെല്ല് ചെയ്താൽ നല്ലൊരു എമൗണ്ട് കിട്ടാൻ ചാൻസ് കൂടുതൽ. അതല്ല ചിലപ്പോൾ 1100 പോയിട്ട് ചിലപ്പോൾ ഈ 1092 എന്നുള്ള ഈ റേഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നല്ല ചാൻസ് കിട്ടും. ചാലറ്റ് ഹോട്ടൽ നല്ല മൂവ്മെൻ്റ് ഉള്ള ഷെയർ. അപ്പോൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വാണ്ടിറ്റി കുറച്ചേ ഓപ്പണിങ്ങിലൊക്കെ ചെയ്യാവൂ. എന്നാലും ചിലപ്പോൾ ഒരു 820, 816, 17 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 8 രൂപ 10 രൂപ റേഞ്ചിലോട്ട് പ്രോഫിറ്റ് കിട്ടും. പിന്നെ അത് സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ ഈ റേഞ്ച് പോയിട്ട് 815, 16 പോയിട്ട് നേരെ 800 വരും. അല്ലെങ്കിൽ 800 താഴെ ഒരു പ്രാവശ്യം ആയിട്ട് പിന്നെ തിരിച്ച് നല്ല രീതിയിൽ കയറിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീട് പ്രാജ് ഇൻഡസ്ട്രി ശ്രദ്ധിക്കുക. കുറേ നാളുകൾ മൂവ്മെൻ്റ് ഇല്ലായിരുന്നിട്ട് ഇപ്പം മൂവ്മെൻറ്റ് ചെറുതായിട്ട് കയറി വന്നതാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന കണ്ട ചെറിയ ചാൻസ് എടുക്കും, പെട്ടെന്ന് തന്നെ വെളി വരണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ R1 റേഞ്ചിൽ പോയിട്ട് വരുന്നതായിരിക്കും നല്ലത്. R1 റേഞ്ചിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പം ചാൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ ഷെയറിനകത്ത് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഐ ബട്ടണിൽ നോക്കിയാൽ അവിടെയും കാണാം. അപ്പോൾ നിങ്ങളത് നോക്കി നല്ല രീതിയിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, അതും പേപ്പർ ട്രേഡിങ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം 1-2 മാസം എടുത്ത് പഠിച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് മാർക്കറ്റിൻ്റെ ആ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നിന്ന് അത് ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനിയും നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് എടുത്ത ഷെയറുകൾ അതിൻ്റെ ഇതാണ് 10-14 ഷെയർ ഉണ്ടായിരുന്നു. വലിയ മൂവ്മെൻറ്റുള്ള ഷെയറുകൾ കുറവാണ്. മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ്. എന്നാലും നമുക്ക് ഒന്നിന് ഒരു 3-4 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടി. അനൂപ് എന്ന് പറയുന്ന ഷെയർ, പിന്നീട് ഈ സഫയർ എന്നൊക്കെ പറയുന്ന ഷെയറിനകത്ത് MRPL, ബാക്കിയുള്ള ഷെയറെല്ലാം ഓൾറെഡി ഡൗണിൽ തന്നെയാണ് പോയത്. പക്ഷേങ്കിൽ നമുക്ക് ലെവലുകൾ കിട്ടുന്നില്ല. നമുക്ക് ലെവലുകൾ കിട്ടി ചെയ്യാൻ പറ്റിയത് ഇതൊക്കെയായിരുന്നു. ഈ ടോറൻ പവറൊക്കെ ആവറേജ് ഈ റേഞ്ചിൽ നിന്ന് താഴെ വരാൻ എൻട്രി എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ആയിരുന്നു. ഇത് 1-2 ഷെയർ ഞാൻ കാണിക്കാം. ഇപ്പോൾ സഫയർ എന്ന് പറയുന്ന ഷെയർ ഇതിനകത്ത് ഈ കാണിക്കുന്ന പോലെയാണ്. നമുക്ക് ഇത് കണ്ടില്ലേ, ഓപ്പണിങ് നല്ല രീതിയിൽ ഹൈയിൽ പോയി. നമ്മളിവിടെ വേണ്ടി എടുക്കത്തില്ല, വൺ സൈഡ് പോകില്ല. അപ്പോൾ പൊക്കോട്ടേന്ന് വെക്കും. ഏത് ലെവലിൽ നിന്നാണോ ഫസ്റ്റ് തിരിയുന്നത്, ഇത് R1 മുകളിൽ പോയി R2 മുകളിൽ പോയി എങ്ങൊന്നും താഴോട്ട് വരുന്നില്ല, നേരെ R3 പോകും. അത് തിരിഞ്ഞു. നമ്മളിവിടെ എൻട്രി എടുക്കത്തില്ല, നമ്മൾ എൻട്രി എടുക്കുന്ന എൻട്രി ഇവിടെയാണ്.
1577 താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. പക്ഷേ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈ ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈയിൽ ഇടേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് നമ്മുടെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ലോസിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്താൽ നമുക്ക് നമ്മൾ ഈ ക്യാൻഡിൽ എൻട്രി എടുക്കും. ഈ ക്യാൻഡിൽ എൻട്രി എടുത്ത് 1576 എടുത്താൽ അത് നേരെ 1591 വരെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ നേരെ തിരിച്ചിറങ്ങി നോക്കി എവിടം വരെ വന്നു, 1526 വരെ 50 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അനൂപ് എന്ന് പറയുന്ന ഷെയർ, അതിനകത്ത് വോളിയം കുറവുള്ള ഷെയർ, എന്നാലും അത് ചാൻസ് തന്നിട്ട് അവർ ഇറക്കം ഇറങ്ങിയത് വല്ലാത്തൊരു ഇറക്കമായിപ്പോയി. ഇതുണ്ടല്ലേ ഓപ്പണിങ്ങിൽ നമ്മൾ CPR ഒന്ന് വേണ്ടിയിട്ട് ഓപ്പണിങ്ങിൽ ഇത് കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് 3325 ആ അടിച്ചിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി 3179 റേഞ്ച് വരെ വന്നു. നമുക്ക് ചെറിയ കണ്ട് 10 അല്ലെ 20 ഷെയർ എടുത്താലേ നമുക്ക് 12,000 രൂപ കിട്ടിയേനെ. അതിന് ശേഷം ഈ ഷെയർ നേരെ തിരിച്ച് വന്നിട്ട് വീണ്ടും പോയി ജസ്റ്റ് ഹൈയെ തൊട്ടു, കണ്ടില്ലേ? ആ 3325 വീണ്ടും ജസ്റ്റ് തൊട്ടു ഇറങ്ങി. ഇവിടെ അഥവാ വീണ്ടും ഒരു എൻട്രി എടുത്താൽ ഇവിടുന്ന് ഹെവി ഫോളായിരുന്നു ഈ ഷെയർ. നമ്മളിവിടെ ഒരു 3300 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് നോക്കി ഒരു അരമണിക്കൂർ കൊണ്ട് അത് 3300 രൂപ താഴെ പോയി. ഇവിടുന്ന് ഒരു 3300 ഒരു 130 രൂപ കാണിച്ചു. പക്ഷേങ്കിൽ ഈ രണ്ടാം എൻട്രിയിൽ ഹെവി മൂവ്മെൻറ്റ് താഴെ പോയി. പക്ഷേങ്കിൽ ഈ രണ്ടാം എൻട്രി നമുക്ക് നോർമൽ എടുക്കാൻ ധൈര്യം പോരാ. കാരണം മാർക്കറ്റ് ക്ലോസിങ് ടൈമിലോട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ നോർമൽ ഇവിടെ ഇങ്ങനെ ഈ സമയത്ത് ചെയ്യാൻ പറയാറില്ല. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമ്മൾ MRPL നമുക്ക് ആവറേജിലായിരുന്നു ചെയ്യാൻ പറ്റുന്നത്. MRPLൻ്റെ ആവറേജ് 222 സംതിങ്, പക്ഷേ 222 ഈ റേഞ്ചാണ്. ഇവിടുന്ന് നമുക്കൊരു വലിയ പ്രോഫിറ്റ് കിട്ടുന്നില്ല, 3 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഷെയറുകളെല്ലാം താഴെ തന്നെയായിരുന്നു. ഈ ട്രൈ ടർബൈനൊക്കെ ആവറേജിലൊക്കെ ചാൻസ് എടുത്ത 492 ആണ് ട്രൈ ടർബൈൻ ചാൻസ്. അപ്പോൾ നമ്മൾ ഈ ആവറേജ് എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹൈ അടിക്കുന്നില്ല, അതുകൊണ്ടാണ് പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആവറേജ് ചാൻസ് എടുക്കുന്നത്. ഇത് 492.62 ആണ് ആവറേജ് ട്രൈ ടർബൈൻ കണ്ടില്ല. 496 വരെ പോയിട്ട് നമ്മൾ 92 റേഞ്ചിൽ നിന്ന് എടുക്കും. 92 നിന്ന് എടുത്താൽ നമുക്ക് 79, 12, 13 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ എടുക്കുന്നത്, ആവറേജ് ചാൻസ് എടുക്കുന്നത്? പ്രീവിയസ് ഡേ ഹൈ വരുന്നില്ല, അതുകൊണ്ട് ചില ഷെയറിനകത്ത് മൂവ്മെൻറ്റിൻ്റെ ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഈ R1 ആയിരിക്കും പ്രീവിയസ് ഡേ ഹൈയുടെ കാട്ടി താഴെ ഇരിക്കുക. അപ്പോൾ ആ റേഞ്ച് ഒന്നും വരുന്നില്ല. അന്നേരം ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ പോകണമെങ്കിൽ ചാൻസ് എടുക്കുക. ഇവിടെ നമ്മൾ 92 എടുത്താൽ നമുക്ക് 4 രൂപയുടെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ, 12 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. അതുപോലെ വേറെ ഷെയറിനകത്തും ഇപ്പോൾ ടോറൻ പവറിൻ്റെ ആവറേജ് 1732. ഇതും നമ്മൾ ഈ പറഞ്ഞ ഈ റേഞ്ച് വരുന്നില്ല. ഞാൻ പക്ഷെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഈ 1236 താഴെ ഓപ്പണിങ് വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ എൻട്രി എടുക്കാവുന്ന. അത് 1232 വരെ വന്നിട്ട് നേരെ പോയി 1260 വരെ വന്നു. ഞാനത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ നേരെ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ എവിടെ വന്നു, അല്ല ഇതല്ല, ടോറൻ പവർ ഓപ്പണിങ് ഫ്ലാറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്നിട്ട് ഡൗണിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇവിടെ ഓപ്പണിംഗ് ആയി 1239, 1249, തിരിച്ച് 1230 ഇതിൻ്റെ 32 വരെ ആവുന്നു. ഈ ക്യാൻഡിൽ കാണുമ്പോൾ അറിയാം നമുക്ക്. അത് ഞാനൊന്ന് ഹൈഡ് ചെയ്ത് കാണിക്കാം. കണ്ടോ, 1231. ഈ 1231 വന്നിട്ട് നമ്മൾ പറഞ്ഞ 1236 മുകളിലോട്ട് 1236 മുകളിൽ ട്രേഡായി നമ്മൾ 1236-37 എടുത്താൽ നേരെ പോയി
1260 വരെ പോയി. ഓക്കെ, അവിടെ എൻ്റെ എടുത്താൽ 10-25 രൂപ അവിടെ പ്രോഫിറ്റ്. പിന്നെ അതിന് ശേഷം നമുക്ക് മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആവറേജിന് താഴെ പോകുന്നത് നോക്കാം. ആവറേജിന് താഴെ പോവുകയാണെങ്കിൽ നോക്കിക്കേ, അതിൻ്റെ ടോറൻറ്റ് പോയിൻ്റ് ആവറേജ് 1232 ആണ്. 32 താഴെ പോകണമെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും. 1232 റേഞ്ച്, ഈ റേഞ്ചിൽ നിന്നാണ് താഴെ പോകുന്നത്. ഈ റേഞ്ചിൽ നിന്ന് പോയിട്ട് അതിന് ശേഷം ഒറ്റ ക്യാൻഡിൽ പോലും അതിന് മുകളിൽ വന്നിട്ടില്ല. ഈ വലിയ ക്യാൻഡിലാണ് 32 വരുന്നത്. ഈ വലിയ ക്യാൻഡിലെ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ 32 എടുത്ത് 6 രൂപയുടെ റിസ്ക് എടുത്താൽ ഇവിടുന്ന് 1188, 40 രൂപ പ്രോഫിറ്റ് 1 മണിക്കൂർ തന്നെ കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ചാൻസ് നോക്കേണ്ടത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്നുണ്ടോ, അതല്ല പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരാതെ തന്നെ താഴോട്ട് പോകണമെങ്കിൽ ആ ഷെയറിൻ്റെ ആവറേജിന് താഴെ പോകുന്ന സമയത്ത് നമ്മൾ ചാൻസ് എടുക്കുക. എന്നിട്ട് അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. നല്ല ചാൻസ് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചില ഷെയറിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ ടോട്ടൽ ഒരു ദിവസം നമ്മൾ ഫുൾ ട്രേഡിങ് നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റിലായിരിക്കും. ചില ഷെയറിനകത്ത് സ്റ്റോപ്പ് ലോസ് വരും. അത് നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചേ ചെയ്യാവും. അല്ലാതെ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാതെ മുഴുവൻ സമയം നോക്കിയിരുന്നാൽ നമുക്ക് പണി കിട്ടും. നമ്മുടെ കപ്പാസിറ്റി നമുക്ക് തന്നെ അറിയാവുന്ന അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. നാളെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.